നാടക എഴുത്തിൻ്റെ ഒരു കാലഘട്ടവും അത്ര സുഖകരമായ അന്തരീക്ഷത്തിലിരുന്നിട്ടല്ല നാടക എഴുത്തെല്ലാം നടന്നിരുന്നത്. കാരണം മുനിസിപ്പൽ ലോഡ്ജ്, ചേർത്തല മുനിസിപ്പൽ ലോഡ്ജിൻ്റെ ഒരു മുറിയാണ് ജൂബിലി തിയേറ്റേഴ്സിൻ്റെ ഓഫീസ്. അപ്പോൾ നാടകം കഴിഞ്ഞ് വന്നാൽ ഞങ്ങൾ ഈ മുനിസിപ്പൽ ലോഡ്ജിൽ തന്നെയാണ് കിടക്കുന്നത്. അത് ഒരു മുറിയിൽ ഒരു 6-7 പേര് ഒരുമിച്ച് കിടക്കും. ചിലർ കട്ടിലിൽ 2 പേര് 3 പേര് കിടക്കും. താഴെ എന്തെങ്കിലും ഷീറ്റ് വിരിച്ചിട്ട് ബാക്കി പേര് കിടക്കും. ആണുങ്ങൾക്കൊരു മുറിയും പെണ്ണുങ്ങൾക്കൊരു മുറിയും. അപ്പോൾ ഒരു മുറിയിൽ നടിമാർ 3 പേരും കൂടി കിടക്കും. ഒരു മുറിയിൽ ഞങ്ങൾ 6 ആണുങ്ങൾ കൂടി കിടക്കും. ഇങ്ങനെയാണ് അന്നത്തെ നാടകം കഴിഞ്ഞു. അത് കിടക്കാനൊക്കെ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ സമയം കിട്ടുള്ളൂ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ. അത് കഴിഞ്ഞാൽ നേരം വെളുത്തിട്ടുണ്ടാവും. കുളിയും കഴിഞ്ഞിട്ട് വണ്ടി കയറി അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് ഉറക്കവും കാര്യങ്ങളൊക്കെ നടന്നിരുന്നത്. വണ്ടിയിലാണ് പലപ്പോഴും ഇരുന്ന് മയങ്ങുന്നത് തന്നെ. അതിനിടയിൽ പുതിയ നാടകം എഴുതണം. അപ്പോൾ ഈ സീസൺ കഴിഞ്ഞാലും മെയ് 31 വരെയുള്ള ആ സീസൺ കഴിഞ്ഞതിന് ശേഷം ഒരു ജൂൺ മാസത്തിലൊക്കെ പുതിയ നാടകം എഴുതാൻ വേണ്ടി മുനിസിപ്പൽ ലോഡ്ജിൽ തന്നെ റൂം എടുത്ത് തരും. ആ മുനിസിപ്പൽ ലോഡ്ജിലിരുന്നാണ് പിന്നീടുള്ള നാടകങ്ങളൊക്കെ എഴുതിയിരുന്നത്. അപ്പോൾ മുനിസിപ്പൽ ലോഡ്ജിൻ്റെ തൊട്ടരികെ തന്നെയാണ് ചേർത്തല ബസ് സ്റ്റാൻഡ്. അപ്പോൾ അവിടെ നിറയെ ബസ്സുകൾ വന്ന് നിൽക്കുന്ന ശബ്ദവും ആൾക്കാരുടെ ശബ്ദവും ഹോണടിയും, ബസ്സുകൾ തൊട്ടിപ്പുറത്ത് അതിൻ്റെ വർക്ക്ഷോപ്പുണ്ട്.